മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ, തറക്തു ഫീകും അംറൈൻ, ഞാൻ നിങ്ങൾക്ക് രണ്ട് സാധനങ്ങളാ വിട്ടേച്ചു പോകുന്നത്. ലൻ തദില്ലു, ഒരിക്കലും നിങ്ങൾ പിഴച്ചു പോകൂല. മാ തമസ്സക്തും ബിഹിമാ, ഇവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം. കിതാബല്ലാഹി വസുന്നത റസൂലി, ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് റസൂലിന്റെ സുന്നത്താണ്. അതാണ് പ്രമാണം. അതിലേക്ക് ജനങ്ങളെ വിളിക്കേണ്ടത്. അതൊരുത്തം തിരിച്ചറിഞ്ഞാൽ, അതൊരാൾ മനസ്സിലാക്കിയാൽ ഓനൊക്കെയാവും, ഓന്റെ ഈമാൻ ശരിയാവും, ബോധം വരും, പ്രമാണങ്ങൾ അവന് വഴികാട്ടും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, അല്ലാഹു പറഞ്ഞല്ലേ, പ്രമാണം അറിഞ്ഞാൽ ആ പ്രമാണം അവനെ നേരെ ചൊവ്വയുള്ള വഴി കാണിക്കും. ആ വഴിയിൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ നിസ്കാരം, പിന്നെ നോമ്പ്, പിന്നെ സക്കാത്ത്, പിന്നെ ഹജ്ജ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ പൊരുൾ പറഞ്ഞു തന്നു. എങ്ങോട്ടാ വിളിക്കേണ്ടത്? ഇത്തിബാഉൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനെ ഫോളോ ചെയ്യാൻ, വസുന്നതി, എന്റെ സുന്നത്തിനെ ഫോളോ ചെയ്യാൻ. ഖുർആനിലേക്കും സുന്നത്തിലേക്കും. അതാ സലഫികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. പക്ഷെ അത് പറയുമ്പം ചില ആൾക്കാർക്ക് പിടിക്കൂല, രസിക്കൂല. ഖുർആനും സുന്നത്തിലേക്കും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതൊരു ദഹിക്കാത്ത പോലെ. അതും ആർക്ക് ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നവർക്ക്, ദീനിന്റെ ആൾക്കാരാണ് പറയുന്നവർക്ക്, എപ്പോ നോക്കിയാലും ഒരു ഖുർആനും സുന്നത്തും. പിന്നെ എങ്ങോട്ട് അതിലേക്ക് വിളിക്കാത്തത് കൊണ്ടാണ് ഇതേപോലെ അബദ്ധങ്ങൾ സംഭവിക്കുന്നത്.